പ്രപഞ്ചത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കാൻ കഴിയാത്തതും കണ്ടുപിടിക്കാൻ പറ്റാത്തവയുമാണ്. ഇന്നും ഈ പ്രപഞ്ചത്തിലെ വിസ്മയങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളും കണ്ടുപിടിക്കാനാകാത്ത പല നിഗൂഢതകളും ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അതിപ്പോൾ ആകാശത്തിലായാലും ഭൂമിയിലായാലും ഇനി കടലിലായാലും. പ്രത്യേകിച്ചും ഉത്തര ധ്രുവ മേഖലകളിൽ ഇത്തരത്തിൽ വിചിത്രമായ പല സംഭവ വികാസങ്ങളും ഉണ്ടാകാറുണ്ട്. ഇതിന് മികച്ച ഉദാഹരണമാണ് ധ്രുവദീപ്തി ഉൾപ്പെടെയുള്ളവ. വടക്കൻ യൂറോപ്പിൽ ഉത്തര ധ്രുവ മേഖലയോട് സമീപമുള്ള നോർവേ പരിസ്ഥിതി വൈവിധ്യവും സമുദ്ര പര്യവേഷണ ചരിത്രമുള്ള രാജ്യവുമാണ്. പ്രകൃതി ഭംഗിയുടെ പേരിൽ പ്രസിദ്ധമാണ് നോർവേ. മഞ്ഞ് മൂടിയ പ്രദേശങ്ങളും രാത്രികാലങ്ങളിൽ ആകാശത്തെ പച്ചയും നീലയും ചുവപ്പും നിറത്തിൽ വിസ്മയം തീർക്കുന്ന നോർത്തേൺ ലൈറ്റ്സും നോർവേയിലെ പ്രത്യേകതകളാണ്. ഇക്കൂട്ടത്തിൽ ശാസ്ത്ര ലോകത്തിന് മുന്നിൽ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന മറ്റൊരു പ്രതിഭാസവും നോർവേയിലുണ്ട്. തണുത്ത കാലാവസ്ഥയും സുന്ദരമായ മഞ്ഞുമലകളും ഒക്കെയുള്ള നോർവേയിലെ ട്രോണ്ടലാം കൗണ്ടിയിൽ ഉൾപ്പെടുന്ന ഗ്രാമമായ ഹെസ്ഡാലിയിൽ വിചിത്രമായ ഒരു പ്രകാശം ഉടലെടുക്കാറുണ്ട്. ഇന്നും ഈ പ്രകാശത്തിന് പിന്നിലുള്ള നിഗൂഢത എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശാസ്ത്ര ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. വർഷങ്ങളായി നോർവേയിലെ ഹെസ്ഡാലിയൻ താഴ്വരയിൽ പ്രത്യക്ഷപ്പെടുന്ന അത്ഭുത പ്രതിഭാസമാണിത്. ഇതിനെ ഹെസ്ഡാലിയൻ ലൈറ്റ്സ് എന്നാണ് പറയാറ്. ഹെസ്ഡാലൻ താഴ്വരയുടെ 7.5 മൈൽ ഭാഗത്ത് ദൃശ്യമാകുന്ന വിചിത്ര എന്ന പ്രതിഭാസ ബിംബങ്ങൾ ആണിത്. ഹെസ്ഡാലൻ ലൈറ്റ്സ് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്നതും അവ ശരിക്കും എന്താണ് എന്നുള്ളതും ശാസ്ത്ര ലോകത്തിന് ഇതുവരെ പിടികൊടുക്കാത്ത രഹസ്യമായി തുടരുകയാണ്. 1930 മുതൽ ഈ പ്രകാശം നോർവേയുടെ ആകാശത്ത് കണ്ടുവരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. 1980കളുടെ തുടക്കത്തിൽ ഈ വെളിച്ചം വൻതോതിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നതായി പറയപ്പെടുന്നുണ്ട്. 1981 ഡിസംബർ മുതലുള്ള 3 വർഷങ്ങളിൽ ഈ പ്രകാശം കാണുന്നതിന്റെ തോത് കൂടിയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ആഴ്ചയിൽ 15 മുതൽ 20 തവണ വരെ ഈ പ്രകാശം കണ്ടിരുന്നു. എന്നാൽ 2010 മുതൽ ഈ പ്രകാശം പ്രത്യക്ഷപ്പെടുന്നത് കുറഞ്ഞു. ഇപ്പോൾ വർഷത്തിൽ 10 അല്ലെങ്കിൽ 20 തവണയാണ് ഈ പ്രകാശം നോർവേയുടെ ആകാശത്ത് കണ്ടുവരുന്നത്. 12 കിലോമീറ്റർ വരെ നീളത്തിലാണ് ഈ പ്രകാശം ആകാശത്ത് പ്രത്യക്ഷപ്പെടാറുള്ളത്. രാത്രിയും പകലും എന്ന ഭേദം ഇതിനില്ല. എപ്പോൾ വേണമെങ്കിലും ഇത് പ്രത്യക്ഷപ്പെടാം. അന്തരീക്ഷത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടുകയും അന്തരീക്ഷത്തിൽ തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഹെസ്ഡാലൻ ലൈറ്റുകൾ ചിലപ്പോൾ ആകാശത്ത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നു. ചില അവസരങ്ങളിൽ ആകാശത്തു കൂടി മുന്നിലേക്കും പിന്നിലേക്കും ചുഴറ്റി വീശുന്ന തരത്തിലോ വട്ടമിട്ട് പറക്കുന്ന രീതിയിലോ ഒക്കെ ക്രമരഹിതമായും ഹെസ്ഡാലൻ ലൈറ്റുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. നല്ല വെളുത്ത നിറത്തിലോ ചുവപ്പ് മഞ്ഞ നിറങ്ങളിലോ ഈ വെളിച്ചം കാണാറുണ്ട്. ചിലപ്പോൾ സെക്കൻഡുകൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഈ വെളിച്ചം ചില സമയങ്ങളിൽ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കാറുമുണ്ട്. ചിലപ്പോൾ അതിവേഗത്തിലും ചിലപ്പോൾ വളരെ പതുക്കെയുമാണ് ഇത് നീങ്ങാറുള്ളത്. ഇത് അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് പോലെയും തോന്നാറുണ്ട്. മിറാഷ് പ്രതിഭാസമാണ് ഇതെന്ന് ചിലർ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. വിമാനങ്ങളുടെയും മറ്റും പ്രതിഭാസം അന്തരീക്ഷത്തിൽ പ്രതിഫലിക്കുന്നതാണ് ഇതെന്നും ചിലർ പറയുന്നു. അതേസമയം ഈ പ്രദേശത്തെ പാറകളിലും മറ്റും ചില ധാതുക്കളും ഉണ്ടാകുന്ന പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഇത്തരത്തിൽ വെളിച്ചമുണ്ടാകുന്നതെന്നുള്ള അഭിപ്രായവും കുറവല്ല. അന്യഗ്രഹ ജീവികളുടെ പേടകങ്ങളിൽ നിന്നുള്ള പ്രകാശമാണിതെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ വാദം. ഹെസ്ഡാലൻ താഴ്വരയിലെ പാറകളിൽ സിങ്കിന്റെയും ഇരുമ്പിന്റെയും അംശം ഏറെയുണ്ട്. ഒരുപക്ഷെ താഴ്വരയിൽ കാണപ്പെടുന്ന ഈ ലോഹങ്ങളുടെയോ പ്രകാശ തരംഗങ്ങളുടെയോ മൂലകങ്ങളുടെയോ വൈദ്യുതിയുടെയോ വാതകങ്ങളുടെയോ ഒക്കെ സാന്നിധ്യമാകാം വെളിച്ചത്തിന് പിന്നിലെന്നും കരുതപ്പെടുന്നു. എന്തുതന്നെയായാലും ശാസ്ത്രം ഇതിന് ഇതുവരെ കൃത്യമായ ഒരു ഉത്തരം രേഖപ്പെടുത്തിയിട്ടില്ല.